ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു കുറച്ച് കപ്പയാണ് ഉണ്ടാക്കിയേക്കണേ കേട്ടോ. ഒരു 3 കിലോ ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തോരൻ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. അങ്ങനെ ജ്യൂസി അല്ലാതെ തോരൻ പോലെ തേങ്ങയൊക്കെ ചതച്ചിട്ട് അത് ഞാൻ എങ്ങനെയാന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ കപ്പയൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ തോട് അടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് വരാം. നല്ല കപ്പയാണെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഈ തോട് എളുപ്പത്തിലിങ്ങനെ പെട്ടെന്നിങ്ങനെ കളയാൻ പറ്റും കേട്ടോ. ഒന്ന് പൊട്ടിച്ച ശേഷം ഇതുപോലെ തിക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് വേഗവും ചെയ്യും ഇങ്ങനെയുള്ളത്. തൊലി പെട്ടെന്ന് അടത്തി പോവാത്തത് ഇച്ചിരി വേവ് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നും തോടൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തിയായി കാരണം പെട്ടെന്ന് അങ്ങ് കടത്തിയെടുക്കാം കേട്ടോ. കൈ ചിലപ്പോൾ മുറിയും സൂക്ഷിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഓരോന്നിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അധികം കട്ടിയില്ല അതിന്. എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയും കപ്പയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുനുകുനാന്നിങ്ങനെ നുറുക്കിയെടുക്കാം ചെറിയ പീസായിട്ട്. അപ്പോൾ വലിയ പീസാകുമ്പോഴത്തേക്ക് ഇളക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതുപോലെയെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാവേ. ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ, അതാണ് ഇത്രയും ഞാൻ കപ്പ വേവിക്കണേ കേട്ടോ. എല്ലാവർക്കും കപ്പ ഭയങ്കര ഇഷ്ടമല്ല. കപ്പയും മീൻകറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു, മീൻകറി കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വരാവേ. ഇതിങ്ങനെ കൊത്തി അരിയണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കും. ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞിങ്ങോട്ട് എടുക്കും. അപ്പോൾ ചെറിയ പീസായി കിട്ടും. അപ്പോൾ മൊത്തം ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. ഇത് മൊത്തം അരിയട്ടെ. ഇതിന് വേര് കുറവാട്ടോ. ചില കപ്പകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിറയെ വേരായിരിക്കും. ഇത് വേര് കുറച്ചേ ഉള്ളൂ. ആ വേരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇത് പാചകം ചെയ്യുമ്പോഴത്തേക്ക് ആ വേര് കടിക്കും. നല്ല പെട്ടെന്ന് വേവണ കപ്പയാട്ടോ. നല്ല സ്പീഡിൽ ഇതുപോലെ കൊത്തിയരിഞ്ഞെടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാകുമ്പം പെട്ടെന്ന് കഴിയും. എല്ലാം ഇതുപോലെ കൊത്തിയരിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി ഞാൻ പാത്രത്തിൽ വേവിക്കണം. ഞാൻ കുക്കറിൽ വേവിച്ചില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം വേവണ കപ്പയാണെന്ന് കണ്ടപ്പോൾ തോന്നി എനിക്ക്. തൊലി കളയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലെടുത്തിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് കഴുകണം. ഇതിനകത്ത് ഇത്തിരി ചെളി ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ
എന്നിട്ട് തയ്യാറാക്കി എടുക്കാം. നിറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടോ. എനിക്ക് കുക്കറിലൊന്നും ഇടേണ്ടി വന്നില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേവ് അറിയാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് വല്ലാണ്ട് വെന്ത് പോകും. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ വെറുതെ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചതച്ചെടുക്കുക. അപ്പം ഇടയ്ക്ക് നോക്കിയപ്പം വേവ് പകുതിയായിട്ടുണ്ട്, കുറച്ചുകൂടി വെന്ത് കിട്ടണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളി അടുപ്പത് ഇനി വെന്ത് കഴിഞ്ഞിട്ടൊന്ന് ഊറ്റി എടുക്കണേ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കടുകും മുളകൊക്കെ വറുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം കടുക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലമുളകും കൂടി ഇട്ട് അത് പൊട്ടിയതിന് ശേഷം ഈ ഉഴുന്നില്ലേ അതും കൂടി ഇട്ടിട്ട്, ഉഴുന്നാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായി. കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഈ ഉഴുന്ന് കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അതൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളി ചതച്ച് ഞാൻ ഓരോന്നും വേറെ വേറെ ചതച്ച് വെക്കുക ചെയ്തേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ആ ചതച്ച ഉള്ളി ആദ്യമായിട്ടൊന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഓരോന്നോരോന്നിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം പച്ചമുളകും ഇതുപോലെ ചതച്ച് വെച്ചേക്കാണ്. അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ചതച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയിൽ ഈ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചതച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കപ്പ വേവിച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ തോരൻ. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാട്ടോ. അപ്പോൾ ആ വേവിച്ച കപ്പയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഒത്തിരി തിക്കായിപ്പോയി. ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് ഉരുളി ഇച്ചിരി പോരാണ്ട് വന്നു. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അധികം വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇതുപോലെ ഇരിക്കണം ശരിക്കും. അപ്പോൾ ആ മീനിൻ്റെ ചാറൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇട്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് പ്ലേറ്റിലേക്ക് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടൊരു കപ്പ തോരനാട്ടോ. പിന്നെ കുറച്ച് മീൻകറിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിലേ കമൻറ്റും ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.